അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദിപാഠങ്ങളിൽ കീഴടിമപ്പെട്ടിരുന്നു എന്ന് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലെ 3-ാം വാക്യം. മനുഷ്യൻ്റെ ആത്മീയത ശൈശവ അവസ്ഥയിലായിരുന്നപ്പോൾ അവർ നിയമത്തിൻ്റെ അടിമകളായിരുന്നുവെന്നും അവർ ലോകത്തിൻ്റെ ആദിപാഠങ്ങളായ യഹൂദനായ പ്രമാണത്തിനും ജാതികളുടെ നിയമങ്ങൾക്കും കീഴടിമപ്പെട്ടിരുന്നു എന്നും വചനഭാഗം ഓർമ്മിപ്പിക്കുന്നു. 4-ാം വാക്യത്തിലെ എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ എന്നത് പുത്രൻ വരുവാനായി പിതാവ് നിശ്ചയിച്ച സമയത്തെ കുറിക്കുന്നു. അതായത് പിതാവ് അയച്ച പുത്രൻ വന്ന് പാപത്തിൻ്റെയും സാത്താൻ്റെയും അടിമത്തത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി പുത്രൻ്റെ രാജ്യത്തിൽ ജനത്തെ ആക്കി വയ്ക്കുവാൻ പിതാവ് നിശ്ചയിച്ച സമയത്തെയാണ് കാലസമ്പൂർണത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ അതേ വാക്യത്തിലെ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന് 5-ാം വാക്യം വ്യക്തമാക്കുന്നു. ന്യായപ്രമാണത്തിന് വിധേയരാക്കപ്പെട്ടവരെ പുത്രരാക്കി ദത്തെടുക്കുവാനായി യേശുവിനെ ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചു. തൻ്റെ രക്തം മോചനദ്രവ്യമായി കൊടുത്ത് യേശു അവരെ വിലയ്ക്ക് വാങ്ങി. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിമോചനം ഇവിടെ സാധ്യമായി. ഹവ്വയുടെ പിൻഗാമികളായ സ്ത്രീയിൽ നിന്നും ജനിച്ച ആദാമ്യ പാപം വഹിക്കുന്ന ശിശുവും ദാസനുമായിരുന്ന അടിമയെ പുത്രരാക്കി തീർത്ത് ദത്തെടുത്തത് കൃപയുടെ പ്രവർത്തനമാണ്. ഇത് മഹത്വത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. ഈ ദാനം നാം നഷ്ടപ്പെടുത്തി പിന്നെയും പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകരുതെന്ന് വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.